Good morning, everyone. Good morning, ma'am. Good morning, Miss. Good morning. Yeah, good morning. Okay. Okay. Vocabulary നോക്കാൻ പറഞ്ഞിരുന്നില്ലേ? Yes, ma'am. നോക്കിയിരുന്നോ? Yes, ma'am. Yes. ഡിസ്കസ് ചെയ്യാം. എല്ലാവരും നോക്കിയിരുന്നോ? നോക്കിയോ? പറയൂ. ഓക്കെ, നോക്കിയോ ആരൊക്കെയാണ്? അന്ന് നോക്കി. Yes, ma'am. വേറെ ആരാ? ഫസ്റ്റ് കുറച്ചൊരു മിസ്സിംഗ് ഉണ്ടല്ലോ. രശ്മി ആൻഡ് രമ്യ എന്ന ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ഞാനോ Yes, കേട്ടില്ല. രശ്മി, രമ്യ. ഞാൻ ഓർക്കണില്ല, ma'am. ഇല്ല. ഓക്കെ. ഓരോരുത്തരായിട്ട് ലിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. തൊയ്വ വൊക്കാബുലറി നോക്കിയിരുന്നോ? തൊയ്വ ഹലോ മിസ്, ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നോ? എന്റെ കുട്ടിക്ക് പനിയായിട്ടേ. ആണോ? കഫക്കെട്ടും പനിയായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുള്ളൂ. ആദ്യത്തെ ക്ലാസ്സിലൊന്നും പങ്കെടുക്കായിട്ട് ജസ്റ്റ് ഇത് മനസ്സിലായി വരുന്നുള്ളൂ. ആണല്ലേ? തൊയ്വ ക്ലാസ് റിപ്പോർട്ട് ക്ലാസ് കണ്ടിരുന്നോ? ഇല്ല. നോക്കി രമ്യ. സോറി തൊയ്വ, രമ്യാന്നാ വന്നത്. ഓക്കെ. അനു നോക്കിയോ? അനു എത്ര എണ്ണം നോക്കിയിരുന്നു എന്ന് പറയൂ ക്ലാസ്സില്. ഒരു 8 എണ്ണം ഉണ്ട്, ma'am. എന്തോ? 8. കേട്ടില്ല. ഒരു 8 എണ്ണം ഉണ്ടെന്ന്. ക്ലിയർ ആണോ, ma'am? ഒരു 8 എണ്ണം നോക്കിയിട്ടുണ്ട്, പറയട്ടെ. ബ്രിങ്, കൊണ്ടുവരിക. ജെന്റിൽ, ബ്രിങ്, കൊണ്ടുവരിക. 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 എല്ലാവരും നോട്ട് എടുക്കണേ. നോട്ട് എടുത്തിട്ട് എഴുതാം. ഓരോ വേർഡ്സും എഴുതാം, മീനിങ് കൂടെ എഴുതാം. ഓക്കെ. Bring, then കൊണ്ടുവരിക. Okay. ജെന്റിൽ, സൗമ്യമായ. ജെന്റിൽ, ജെന്റിൽ, ജെന്റിൽ. Gentle, gentle. സൗമ്യമായ. Gentle, Then. And then, എന്നിട്ട്. And then, എന്നിട്ട്. It's not clear. Hello? Yes, ma'am. അവിടെ റേഞ്ച് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അനു വോയിസ് മാം, ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്.
മതി മതി. ഓക്കെ. And then, and later. Okay. Never ഒരിക്കലും. No one else. At least. അറ്റ്ലീസ്റ്റ് വൺസ് എന്നുണ്ടേ. No. അറ്റ്ലീസ്റ്റ് വൺസ് എന്നാണ്, ഒരിക്കലെങ്കിലും. At least meaning ആണ് ഉദ്ദേശിച്ചത്. അറ്റ്ലീസ്റ്റ് വൺസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലെങ്കിലും. വൺസ് ടൈപ്പ് ചെയ്തില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ എന്ന് പറയുമ്പോ ഒരിക്കലെങ്കിലും ഞാൻ അങ്ങനെ പറയാം. അറ്റ്ലീസ്റ്റ് ദാറ്റ് മച്ച് എന്ന് പറയുമ്പോ ഇത്രയെങ്കിലും അങ്ങനെ വരും. ഓക്കെ. Perhaps. മാം കഴിഞ്ഞു. Yeah. Okay. ഓക്കെ. എല്ലാവരും എഴുതുക. ബ്രിങ് എന്ന് പറയുന്നത് എന്താണ്? കൊണ്ടുവരിക അല്ലെ? ബ്രിങ്. ബ്രിങ്ങിന്റെ V1 V2 V3 ഏതാണ്? Bring, bought, Brought. brought, brought. Okay. Buy ആണെങ്കിലോ? Buy, bought, bought. BOUGHT ആണ് bought. Brought BROUGHT. Okay. Then അടുത്ത ഏതാണ്? Gentle. Gentle എന്താണ്? സൗമ്യമായ. Okay. അതാണ് gentle. Then and then. And then എന്താണ്? എന്നിട്ട്. Yeah, and then. Okay. Then never means ഒരിക്കലും. Yeah, ഒരിക്കലും. Never, ഒരിക്കലും. Then no one else. No one else. എന്താണ്? മറ്റാരല്ല എന്നാണ് പറയാ. മറ്റാരല്ല. No one else. മറ്റാരും അല്ല. Then at least. At least one എന്ന് പറയുമ്പോ ഒരിക്കലെങ്കിലും. At least one. അല്ലെങ്കിൽ ഇത്രയെങ്കിലും എന്നൊക്കെ പറയാം. ഇത്രയെങ്കിലും ചെയ്തൂടെ? അറ്റ്ലീസ്റ്റ് എന്നൊക്കെ പറയില്ലേ? Then at least എന്ന് പറയുമ്പോ ഇത്രയെങ്കിലും ആ ഒരു മീനിങ് വരും. Then perhaps എന്ന് പറയുന്നത് ഒരു പക്ഷേ. Perhaps ഒരു പക്ഷേ. Okay. However. എങ്കിലും. Yeah. However means എങ്കിലും. Yeah. Okay. എല്ലാവരും എഴുതിയോ? നോട്ട് എഴുതുന്നുണ്ട് എല്ലാവരും? Yeah. Okay. ഇനി ആരാണ് നെക്സ്റ്റ്? പറയൂ. അടുത്ത ആള് പറയൂ. നോക്കിയാ അവളൊരു പറയൂ. പറയട്ടെ? പറയൂ. ഡിഫറെന്റ്.
പറഞ്ഞോളൂ. ഡിഫറൻറ്റ്, ഡിഫറെന്റ്, വ്യത്യസ്തമായ, ഡിഫറെന്റ്, വ്യത്യസ്തമായ, വ്യത്യസ്തമായ, ഡിഫറെന്റ്, സ്ട്രോങ്, എന്തോ? സ്ട്രോങ്, സ്ട്രോങ്, ശക്തമായ, സ്ട്രോങ്, ശക്തമായ. ഡിഫറെന്റ്, വ്യത്യസ്തമായ, സ്ട്രോങ്, ശക്തമായ. ഡിഫിക്കൽട്ട് എന്താണ് അപ്പോ? ഡിഫിക്കൽട്ട്, ബുദ്ധിമുട്ടുള്ള, ബുദ്ധിമുട്ടുള്ള അല്ലെ? ഡിഫിക്കൽട്ട് മീൻസ് ബുദ്ധിമുട്ടുള്ള, ബുദ്ധിമുട്ടുക, ഡിഫിക്കൽട്ട്. ഓക്കെ, റീസൺ, നെക്സ്റ്റ്. റീസൺ, നോ ക്ലിയർ. റീസൺ, റീസണോ? റീസൺ, റീസൺ, റീസെന്റ്, പുതുതായ, റീസൺ മീൻ സ്പെല്ലിംഗ് ഏതാണോ? റീസെന്റ്, RECENT, RECENT അല്ലേ? റീസെന്റ്. റീസെന്റ് മീൻസ് പുതുതായ, പുതുതായ എന്ന് പറയുമ്പോ, റീസെന്റ് എന്ന് പറയുമ്പോ എന്താണ്? സമീപകാലം അങ്ങനെ വരാം. കാരണം റീസെന്റ് സമീപകാലത്ത് ഉണ്ടായ ഒരു സംഭവം പറയുമ്പോ റീസെന്റ് എന്ന് പറയില്ലേ? ആ ഒരു മീനിങ് വരും റീസെന്റ് എന്ന് പറയുമ്പോ. പിന്നെ ഈയിടെയായിട്ട് എന്ന് പറയുമ്പോഴും റീസെന്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് മീനിങ് വരാം കേട്ടോ. ഈയിടെയായി അല്ലെങ്കിൽ സമീപകാലത്തോ ആ ഒരു ടൈം ആയിട്ട് പറയുന്നു. റീസെന്റ് എന്നൊക്കെ പറയില്ലേ? സോ അങ്ങനത്തെ ഒരു മീനിങ് ആണ് വരാം. നെക്സ്റ്റ്. റയർ, എന്തോ? റയർ, റെയർ, അപൂർവമായ, അപൂർവമാണ്, അപൂർവം, റെയർ, അപൂർവം. ഓക്കെ. പിന്നെ ഇമ്പോസിബിൾ, ഇമ്പോസിബിൾ, അസാധ്യമായ, പോസിബിൾ, സാധ്യമായ, പോസിബിൾ, സാധ്യമായ, സാധ്യമായ, ഇമ്പോസിബിൾ ആൻഡ് പോസിബിൾ. ഇത്രയാണ് മിസ്. അത്രയേ ഉള്ളൂ. ഓക്കെ, നീ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? പറയൂ, ആരെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ നോക്കിയെന്ന് പറയാം. നോ, ഇല്ലല്ലോ. ഇതെല്ലാം എഴുതിയെടുക്കണേ. Then റെസീന, റെസീന പറഞ്ഞു സ്കീസ്. സ്കീസ് ചെയ്യാന്ന് പറയുമ്പോ പിഴിയുക അല്ലെ? സ്കീസ്. ഇതെല്ലാം നോട്ടിൽ എഴുതിയെടുക്കണേ. ആരും നോക്കിയിട്ടില്ല? ആരെങ്കിലും ഉണ്ടോ? റസീന നോക്കിയിരുന്നോ? ഓക്കെ, എവിടെ നോക്കിയിരുന്നോ? നോക്കിയെങ്കിലൊന്ന് പറയൂ. ടെക്സ്റ്റ് ചെയ്താലും മതി. ക്രാക്ക്, ക്രാക്ക്, ചിന്നുക.
കുറച്ച് ബ്രോക്കൺ പൊട്ടുക. ബ്രോക്കൺ പൊട്ടുക. Then unusual എന്താ? Unusual. Unusual. എന്താ? Unusual means strange. അല്ലെ? Unusual എന്ന് പറയുന്നത് strange ആണ്. എന്താണ്? അപരിചിതമായ അല്ലെ? സോ അപ്പൊ ആരും വൊക്കാബുലറി ആരും നോക്കിയില്ല. നമുക്ക് ഞാൻ പറഞ്ഞിട്ടും ആരും നോക്കിയില്ല. എന്താണ് റെസ്പോണ്ട് ചെയ്യാത്ത? എന്താണ്? സ്റ്റെൻസി നോക്കി, അനു നോക്കി, രണ്ടുപേരും മാത്രമേ പറഞ്ഞിട്ട് അനുസരിച്ചുള്ളൂ. ബാക്കി ആരത്തെ കേൾക്കാന്? ഓക്കെ. മിസ് പാസ്റ്റ് ടെൻസില് കുറച്ച് സെന്റൻസ് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളം. നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? നോക്കിയോ? യെസ് മാം. നോക്കി. വേറെ ആരെങ്കിലും? നിങ്ങളോട് നോക്കാൻ പറയാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിട്ടല്ലേ? എന്നാൽ ഞാൻ ഈ ഡെയിലി വന്ന് ക്ലാസ് എടുത്ത് പോയിട്ട് കാര്യമുണ്ടോ? പഠിക്കണ്ടേ? ഓക്കെ, അനു പറയൂ. നോക്കിയോ പറയൂ. മിസ് ഞാൻ സെന്റൻസ് പറയാം. കറക്റ്റ് പാസ്റ്റിൽ തന്നെ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇന്നലെ അവർ ട്രിപ്പ് പോയി. ഇന്നലെ അവർ ട്രിപ്പ് പോയി. ഇന്നലെ അവർ ട്രിപ്പ് പോയി. ഓ, ഇന്നലെ അവർ ട്രിപ്പ് പോയി. പോയി. പോയി എന്ന് പറയുമ്പോ സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് വരുമ്പോ വെർബിന്റെ V2 ഫോം ആണ് യൂസ് ചെയ്യുന്നത്. Yesterday they went to trip. Yesterday they went to trip. കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? കറക്റ്റ് അല്ലേ? ആരും നിന്നില്ലല്ലോ. ഇന്നലെ അവർ ഒരു ട്രിപ്പ് പോയി അല്ലെ? ഇന്നലെ എന്ന് പറയുമ്പോ യെസ്റ്റർഡേ ആണ്. യെസ്റ്റർഡേ. പിന്നെന്താണ് സബ്ജക്ട് എന്ന് പറയുന്നത്? ദേ ആണ് അല്ലെ? അപ്പോ ഇന്നലെ യെസ്റ്റർഡേ ദേ. നെക്സ്റ്റ് പാസ്റ്റ് ആണ് വേണ്ടത്. V2 ഫോം ആണ് വേണ്ടത്. അപ്പോ ഗോയിന്റെ V2 ഫോം went അല്ലെ? They went to trip. To trip. അവിടെയാണ് ഒരു മിസ്റ്റേക്ക്. ടു അല്ല വരാ, ഓൺ ആ വരാ. Yesterday they went on a trip. ഇന്നലെ അവർ ഒരു യാത്ര പോയി എന്ന് പറയുമ്പോ yesterday they went on a trip. മിസ് ഒരു ഡൗട്ട്, വെന്റിന്റെ കൂടെ ഓൺ ഇന്നൊക്കെ വരാൻ പാടില്ല? Went
went to a trip എന്നാണ് അനു പറഞ്ഞത് അല്ലെ? അപ്പോ ടു അല്ല, കുറച്ചുകൂടെ ടു അല്ല കറക്റ്റ് ആയിട്ട് വരാം. ടു യൂസ് ചെയ്തുകൊണ്ട് ഇപ്പോ നമ്മൾ സംസാരിക്കുന്ന ഇപ്പൊ നമ്മൾ ഇന്ററാക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നെങ്കിൽ പറയുന്ന ആൾക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ, ട്രിപ്പ് എന്ന് പറയുമ്പോൾ പറയുന്ന ആൾക്ക് മനസ്സിലാവും. പക്ഷെ അവിടെ വരുമ്പോ അവൻ പോയിരുന്നു എന്നൊരു ഇത് വരും. they are going to a trip അങ്ങനെയാ വരാം. മനസ്സിലായോ? they are going to a trip അങ്ങനെ വരും. ആ ഒരു മീനിങ് അങ്ങനെ മാറും. പോയിരുന്നു, പക്ഷെ ഉദ്ദേശിക്കുന്ന കാര്യം പറയുന്ന ആൾക്ക് മനസ്സിലാവും. മനസ്സിലായോ? നമ്മളിപ്പോ ഒരു എക്സാമിന് വേണ്ടിയൊക്കെ പഠിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ എഴുതുമ്പോ കറക്റ്റ് ആയിട്ട് എഴുതുമ്പോ ഇങ്ങനെയാ വരാ. yesterday they went on a trip എന്നാ വരാ. മനസ്സിലായോ? ഇപ്പോ അത് കണ്ടിന്യൂസ്ലി ആണെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കേ. Yesterday they were going to a trip. ഇപ്പൊ എന്താണ്, അവര് ഇന്നലെ ഒരു ട്രിപ്പ് പോകുകയായിരുന്നു. മനസ്സിലായോ? അപ്പൊ അത് കറക്റ്റ് ആണോ? yesterday they going to yesterday they were going to trip. നമ്മള് പറയുന്നത് എന്താണ് അപ്പോഴും ടു അല്ല നല്ലത്. ടൂവിനേക്കാളും ഓൺ ആണ് കുറച്ചുകൂടെ. അപ്പൊ yesterday ഇപ്പൊ നമ്മൾ പ്രസന്റ് ഒരു കാര്യം പറയില്ലേ അനു? പ്രസന്റ് ഒരു കാര്യം പറയുമ്പോ നമുക്ക് ടു യൂസ് ചെയ്ത് പറയാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? ഇത് പാസ്റ്റ് വരുമ്പോൾ കുറച്ചുകൂടെ നല്ല ഓൺ ആണ്. കഴിഞ്ഞു പോയ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഓൺ ആണ്. പറഞ്ഞ മലയാളം എന്താണ്? അവർ ഇന്നലെ ട്രിപ്പ് പോയി എന്ന് പറയുമ്പോൾ yesterday they went on a trip. Okay, yeah. Next. ഞാൻ ഇന്നലെ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. ഞാൻ ഇന്നലെ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. അപ്പൊ എന്ന് പറഞ്ഞേക്ക്. yesterday I was went. Yesterday I was went. Yesterday I was went. അനു, ഇപ്പൊ നമ്മൾ ട്രിപ്പ് പോകുക എന്നൊക്കെ പറയില്ലേ? ട്രിപ്പ് പോകുക എന്ന് പറയുമ്പോ അവിടെ ഓണാണ് കുറച്ചുകൂടെ നല്ലത് യൂസ് ചെയ്യാനായിട്ട്. ടു യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ കാര്യം മനസ്സിലാകും. അത്ര മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇവിടെയാണ് പറയുന്നത് വെച്ചാൽ ഇന്നലെ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി എന്നാണ് അല്ലെ? അപ്പൊ എങ്ങനെയാ വരാ? yesterday then ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, സിമ്പിൾ പാസ്റ്റിൽ എങ്ങനെയാ വരാ? സബ്ജക്റ്റിന്റെ കൂടെ വി ടു ഫോം ആണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ വരും yesterday, സബ്ജക്റ്റ് ഞാനാണ്. I yesterday I went to I went to my friend home വരും. ഫ്രണ്ട് ഹോം അല്ലേ വരാ? ഫ്രണ്ടിന്റെ വീട്ടിലല്ലേ പോയെ? ഫ്രണ്ട്സ് ഹോം എന്ന് പറയും. ഫ്രണ്ട്സ് ഹോം, ഫ്രണ്ടിന്റെ അപ്പോസ്ട്രോഫി ഇടും. ഫ്രണ്ട്സ് ഹോം, ഫ്രണ്ടിന്റെ വീട്ടിൽ. മനസ്സിലായോ? FRIENDS അപ്പോസ്ട്രോഫി എസ് വരുമല്ലേ അപ്പൊ കൂടെ? Yesterday I went to my friend's home. Yesterday I went to my friend's home. ഇങ്ങനെയാ വരും. yesterday I went to my friend's home. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. ഇന്നലെ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. ഓക്കെ, ഓക്കെ മാം. നെക്സ്റ്റ്, അവൾ ഇന്നലെ ജോലിക്ക് പോയില്ല. അവൾ ഇന്നലെ ജോലിക്ക് പോയില്ല. അവളാണ്, ഷീയാണ്.
സിമ്പിൾ പാസ്റ്റ് അല്ലേ? സിമ്പിൾ പാസ്റ്റില് നെഗറ്റീവ് ആണ് വരാം. ഉം. അപ്പൊ എന്ത് വരും? അവൾ ഇന്നലെ ജോലിക്ക് പോയില്ല. Yesterday she does not അല്ലേ? Doesn't. ഡസ് ഒക്കെ വരുന്നത് പ്രസന്റിലാണ്. Did not ആണ്. No? Did not ആണ്. Yeah. Did വരാം. അനു did ആണ് വരാം. Okay. Yesterday she did not go. Yesterday she did not went to job. ഇവിടെ അനു നമ്മൾ ഡിഡ് യൂസ് ചെയ്യുമ്പോ പിന്നെ വരുന്നത് ബേസ് ഫോം ആയിരിക്കും വരാം. പിന്നെ വെന്റ് ഒന്നും വരില്ല. അപ്പം yesterday she did not go to work no job. Yeah. Yesterday she did not go to work yesterday. She didn't go to work yesterday. അങ്ങനെയാ വരാം. നമ്മള് ഇപ്പോ പ്രസന്റിൽ പറയുമ്പോ അവൾ ഇന്ന് ജോലിക്ക് പോയില്ല എന്ന് പറഞ്ഞേ. പോയില്ല എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ആണ്. ഇവിടെ പ്രസന്റ് പറയുമ്പോ അവക്ക് ജോലിക്ക് പോകുന്ന ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അവൾക്ക് ജോലിക്ക് പോകുന്ന ഇഷ്ടമല്ല. She does not go to work. And she does not like go to work. ആണോ? അവൾക്ക് ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ല. അപ്പം she doesn't go doesn't like go to work. വേറെ ആരെങ്കിലും പറയൂ. അനു തന്നെയല്ലേ പറയുന്നേ? Miss she doesn't like go to work എന്നാണോ? അപ്പം she doesn't ആണ് വരാ. അത് പാസ്റ്റ് അല്ലേ? അപ്പൊ doesn't അല്ലേ വരാ? പ്രസന്റിലല്ലേ ഇപ്പൊ അവൾക്ക് ജോലിക്ക് പോകുന്ന ഇഷ്ടമല്ല നമ്മൾ പറഞ്ഞത്. അത് doesn't അല്ലേ വരുന്നേ? അനു പറഞ്ഞ കറക്റ്റ് ആണ്. അനു എന്താ പറയുക? she doesn't like go to work. she doesn't like to go to work അല്ലെ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. she doesn't ആണ് വരാ. ഇത് എന്താണ്? സിമ്പിൾ പ്രസന്റിലെ നെഗറ്റീവ് ആണ്. സിമ്പിൾ പ്രസന്റിൽ നെഗറ്റീവ് വരുമ്പോ ഡസ് യൂസ് ചെയ്യാം. ഷീ വരുമ്പോ ഡസ് യൂസ് ചെയ്യാം. ഇപ്പോ എനിക്കാണെങ്കിലോ, എനിക്ക് ജോലിക്ക് പോകുന്ന ഇഷ്ടമല്ല എന്നാണെങ്കിലോ I don't. I don't like അല്ലെ, എനിക്ക് ഇഷ്ടമല്ല. don't like to go to work. എനിക്ക് ജോലിക്ക് പോകുന്ന ഇഷ്ടമല്ല. അപ്പൊ ഐ വരുമ്പോ ഡു വരും. അപ്പൊ നെഗറ്റീവ് ഡോണ്ട് ആണ്. ഷീ വരുമ്പോ ഡസ് വരും. ഡസിന്റെ നെഗറ്റീവ് ആണ്. ഇത് പ്രസന്റിലെ കാര്യമാണ്. പാസ്റ്റിൽ വരുമ്പോ ഇവിടെ ഡസും ഡു ഒന്നുമില്ല. ഡിഡ് മാത്രമേ ഉള്ളൂ. ഐ വന്നാലും ഷീ വന്നാലും ആര് വന്നാലും ഡിഡേ ഉള്ളൂ. ഓക്കെ. ഇപ്പോ എനിക്ക് അവൾ വേണ്ട, ഞാൻ ഇന്നലെ ജോലിക്ക് പോയില്ല എന്ന് പറഞ്ഞേ. ഞാൻ ഇന്നലെ ജോലിക്ക് പോയില്ല. I didn't go to work yesterday. I didn't go to work yesterday. ഞാൻ ഇന്ന് ജോലിക്ക് പോയില്ല. ക്ലിയർ ആയോ? Yes, ma'am. വേറെ ഏത് സബ്ജക്ട് ഏതാണേലും ഡിഡ് മാത്രമേ വരത്തുള്ളൂ പാസ്റ്റില്. പാസ്റ്റിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് വെച്ചാല് പ്രസന്റ് പോലെ അല്ല. പാസ്റ്റ് എല്ലാം ഒന്നേ വരുള്ളൂ. ഹാവും ഹാസ് ഒക്കെ പ്രസന്റിൽ ഉണ്ടെങ്കിൽ പാസ്റ്റ് വരുമ്പോ ഹാഡ് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അതേപോലെ പ്രസന്റില് ഡൂം ഡസും ഉണ്ട്. പാസ്റ്റിൽ വരുമ്പോ ഡിഡ് മാത്രമേ വരുള്ളൂ. കുറച്ചുകൂടെ യൂസ് ചെയ്യാൻ സിമ്പിൾ പാസ്റ്റ് ആണ്.
കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഡിഡ് മാത്രമേ വരുള്ളൂ, ഹാഡ് മാത്രമേ വരുള്ളൂ. ഓക്കെ, കുറച്ചുകൂടി സിമ്പിൾ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയൂ. അവന് കഴിഞ്ഞ ദിവസം മുതൽ ഭയങ്കര പനിയാണ്. പനിയാണ്, അത് പ്രസന്റ് ആണല്ലോ. കഴിഞ്ഞ ദിവസം പനി ആയി. ആ, ഓക്കെ. അപ്പൊ അത് സിമ്പിൾ പ്രസന്റ് തന്നെയല്ലേ? എന്തോ സിമ്പിൾ പ്രസന്റ് തന്നെയല്ലേ? സിമ്പിൾ പ്രസന്റ്. പനി ആയിരുന്നു എന്ന് പറയുമ്പോ കണ്ടിന്യൂസ് ആവാം, പ്രസന്റും ആവാം. കഴിഞ്ഞ ആഴ്ച എന്നാണ് പറഞ്ഞേ? കഴിഞ്ഞ ആഴ്ചയാണോ? അവന് കഴിഞ്ഞ ദിവസം മുതൽ ഭയങ്കര പനിയായിരുന്നു. ദിവസം മുതൽ പനിയായിരുന്നു എന്ന് പറയുമ്പോ അത് പെർഫെക്റ്റിലാക്കി പോകും. പനി ആയിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് വരും. പനിയായിരുന്നു എന്ന് പറയുമ്പോ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് പോകും. പെർഫെക്റ്റിലേക്കല്ല പോവാ. ഒന്നില്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ഫോം ആയിരിക്കും. പനിയായിരുന്നു. അപ്പോ എല്ലാവരും പറയൂ. ഇവിടെ അനു മാത്രമാണ്ടോ പറയത്തെ, വേറെ ആരും ഒന്നും പറയത്തില്ല. പനി ആയിരുന്നു എന്ന് വേണ്ട, പനിയാണെന്ന് മതി. അതാണ് കുറച്ചുകൂടി നല്ലത്. അനു കഴിഞ്ഞ ദിവസം മുതൽ അവന് പനിയാണ് അല്ലെ? കഴിഞ്ഞ ദിവസം മുതൽ അവന് പനിയാണ്. അങ്ങനെ പറയുമ്പോൾ പ്രസന്റ് പാസ്റ്റ് പെർഫെക്റ്റ് നിൽക്കും. പനി ആയിരുന്നു എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വരും. സോ പ്രസന്റ് പെർഫെക്റ്റ് നോക്കൂ. അവന് കഴിഞ്ഞ ദിവസം മുതൽ പനിയാണ്. പ്രസന്റ് പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ എങ്ങനെയാ വരാം? സബ്ജക്റ്റ് സബ്ജക്റ്റ് ഹിയർ. അപ്പൊ എന്താ വരാ? പെർഫെക്റ്റ് ആണ്. ഹി ഹാർഡ് വരും. ഹി ഹാഡ് വരും. ദെൻ എന്തായിരുന്നു അവന്? ഫീവർ ആണ്. ഓക്കെ, അപ്പൊ ഹി ഹാഡ് ഫീവർ കിട്ടി. എന്ന് മുതൽ? മിസ് ക്ലിയർ ആയില്ല. ഹി ഹാഡ് ഫീവർ. എന്ന് മുതൽ? കഴിഞ്ഞ ദിവസം മുതൽ. കഴിഞ്ഞ ദിവസം മുതൽ. അപ്പൊ എന്താ പറയുക? കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോ ലാസ്റ്റ് ആണോ? അല്ല, സിൻസ് അല്ലേ? സിൻസ് ആണ്. സിൻസ് ലാസ്റ്റ് ഡേ. ഹി ഹാഡ് ഫീവർ സിൻസ് ലാസ്റ്റ് ഡേ എന്നല്ലേ? He had fever since last day. ഏതിലും കുഴപ്പമില്ല, ഹാസ് ആയാലും കാര്യം മനസ്സിലാവും. He has fever since last day എന്ന് പറയുമ്പോഴും അവന് കഴിഞ്ഞ ദിവസം മുതൽ പനിയാണ്. മനസ്സിലായോ? He has പറഞ്ഞാലും മിസ്റ്റേക്ക് അല്ല. ക്ലിയർ ആണോ? സ്ട്രക്ചറില് പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പം അതിന്റെ സബ്ജക്റ്റ് പ്ലസ് ഹാർഡ് പ്ലസ് V3 അല്ലേ? പക്ഷെ ഇവിടെ വെറുപ്പില്ലല്ലോ. പനി തന്നെയല്ലേ? അതാണ്, പനി തന്നെയാണ്. അവിടെ അതിന് വലിയ വ്യത്യാസം. അത് വെറുപ്പല്ല, പ്രവൃത്തിയല്ലല്ലോ.
ഡിസീസ് അല്ലേ. ആണെങ്കിൽ മാത്രമേ ഹാർഡ് വരുള്ളൂ, ഇല്ലെങ്കിൽ ഹാസ് ആണെങ്കിൽ യൂസ് ചെയ്യാം അല്ലേ? യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ ഇത് പറയുമ്പോ ഹി ഹാസ് ഫീവർ എന്ന് പറയാം, അവന് പനിയാണെന്ന് പറയുമ്പോ ഹി ഹാസ് ഫീവർ എന്ന് പറയാം. ഹാഡ് യൂസ് ചെയ്തും കുഴപ്പമില്ല. ഹാഡ് വേണ്ട, ഹാഡ് വിട്ടേക്കൂ, ഹാഡ് വെറുതെ കൺഫ്യൂഷൻ വരുള്ളൂ. ഇപ്പൊ ഒരു കാര്യം പറയട്ടെ, ഹി ഹാസ് ഫീവർ എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നുള്ള അവന് പനിയാണ് അല്ലെ. ഹി ഹാസ് എന്ന് പറയുമ്പോ അറിയാം അവന് പനിയുണ്ട് അല്ലേ, ആണോ? അപ്പൊ അവന് ആ ദിവസം മുതല് പനിയാണെന്ന് പറയും. ഹി ഹാസ് ഫീവർ സിൻസ് ലാസ്റ്റ് ഡേ, കഴിഞ്ഞ ദിവസം മുതൽ അവന് പനിയാണ് എന്ന് പറയുമ്പോൾ അത് പാസ്റ്റിലേക്ക് പോകല് കുറച്ച് സംശയമുള്ള കാര്യമാണ് അല്ലേ. അവന് കഴിഞ്ഞ ദിവസം മുതൽ പനിയാണെന്ന് പറയുമ്പോൾ ഇത് പാസ്റ്റ് തുടങ്ങിയ കാര്യം പ്രസന്റിൽ വരുമ്പോ എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞൂടെ അല്ലേ? അപ്പൊ ഇത് പാസ്റ്റിലേക്ക് പോകുന്ന സംശയമാണ്. ഇത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. കഴിഞ്ഞ ദിവസം മുതൽ പനിയാണെങ്കിൽ അത് പാസ്റ്റ് നടന്നൊരു കാര്യം പ്രസന്റിലുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇത് പ്രസന്റ് പെർഫെക്റ്റിലാ വരാം. അതുകൊണ്ടാണ് അവിടെ ഹി ഹാസ് വരുന്നത്. സോ ടെൻസ് കറക്റ്റ് ആയിട്ട് നോക്കാം. ഇത് പാസ്റ്റ് അല്ല. പാസ്റ്റ് മീൻസ്, പാസ്റ്റ് എന്ന് പറയുമ്പോൾ ഫുള്ള് കംപ്ലീറ്റ് ആയ കാര്യമാണ് പറയണ്ടേ. അതായത് അവസാനിച്ചു, മനസ്സിലായോ? അല്ലെങ്കിൽ കുറെ ദിവസങ്ങൾക്ക് മുന്നുള്ള കാര്യങ്ങളാണ് പാസ്റ്റിൽ വരാം. അല്ലാതെ പാസ്റ്റിൽ തുടങ്ങിയ കാര്യം പ്രസന്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് പാസ്റ്റ് പ്രസന്റ് പെർഫെക്റ്റും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് പറയാൻ പറ്റും. മിസ്, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അവന് കഴിഞ്ഞ ദിവസം ഭയങ്കര പനി ആയിരുന്നു എന്ന് പറയുമ്പോ? ആയിരുന്നു എന്ന് പറയുമ്പോ എന്ത് വരും? പാസ്റ്റ് അല്ലേ? അപ്പൊ കഴിഞ്ഞ ദിവസം അപ്പൊ ആ ദിവസം മുതൽ അങ്ങനെ വിടാം. മനസ്സിലായോ? ആ മുതൽ എന്ന് പറഞ്ഞാൽ പാസ്റ്റിലേക്ക് വന്നെങ്കിൽ അവന് കഴിഞ്ഞ ദിവസം ഭയങ്കര പനി ആയിരുന്നു, അപ്പൊ അത് പാസ്റ്റ് അല്ലേ? അപ്പൊ കറക്റ്റ് അല്ലേ? അവന് കഴിഞ്ഞ ദിവസം പനി ആയിരുന്നു, അപ്പൊ ഈ മുതലില്ല. അങ്ങനെ ഒന്ന് പറഞ്ഞോക്കെ. അപ്പം ഹി ഹാഡ് ഫീവർ ഇൻ ലാസ്റ്റ് ഡേ. അപ്പൊ അങ്ങനെ വരും അല്ലേ? അപ്പൊ ഹി ഹാഡ് ഫീവർ ലാസ്റ്റ് ഡേ, അവന് കഴിഞ്ഞ ദിവസം പനി ആയിരുന്നു. ഹി ഹാഡ് ഫീവർ ലാസ്റ്റ് ഡേ അല്ലെ? പനി ആയിരുന്നു, അല്ലെങ്കിൽ പനി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം. ഹി ഹാഡ് ഫീവർ ലാസ്റ്റ് ഡേ, അവന് കഴിഞ്ഞ ദിവസം പനി ഉണ്ടായിരുന്നു, അവന് കഴിഞ്ഞ ദിവസം പനി ആയിരുന്നു. ഉണ്ടായിരുന്നു എന്ന് പറയാണ് കുറച്ചുകൂടെ നല്ലത്. ഹി ഹാഡ് വരുമ്പോ ഉണ്ടായിരുന്നു എന്നാണ് മീനിങ് വരാം. ഞാൻ പറഞ്ഞല്ലോ, ഹാഡ് ഹാസ് ഒക്കെ വരുമ്പോ ഉണ്ട് എന്നൊരു മീനിങ് വരും അവിടെ. പ്രസന്റിൽ ഞാൻ പറഞ്ഞില്ലേ, അവന് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോ ഇവിടെ പറയുന്നത് അവന് കഴിഞ്ഞ ആഴ്ച പനി ഉണ്ടായിരുന്നു അല്ലെ? ലാസ്റ്റ് ഡേ. അപ്പൊ ഹി ഹാഡ് എ ഫീവർ ലാസ്റ്റ് ഡേ അല്ലെ? അവന് കഴിഞ്ഞ ദിവസം പനി ഉണ്ടായിരുന്നു. ഹാഡ് ഫീവർ ലാസ്റ്റ് ഡേ. കറക്റ്റ് ആണ്. ക്ലിയർ ആയിപ്പോ? ഇപ്പൊ ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെ ആ ദിവസം മുതൽ എന്നൊക്കെ പറയുമ്പോ അത് പ്രസന്റ് പെർഫെക്റ്റ്. എനിക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട് മാം. മലയാളത്തിൽ പറഞ്ഞിട്ട് അത് ഏത് ടെൻസിലാന്ന് ചോദിച്ചുമ്പോ കിട്ടാ വരുന്നു. അത് ഞാൻ പറഞ്ഞില്ലല്ലോ, നമ്മള് സിറ്റുവേഷൻ ബേസ് ചെയ്തിരിക്കും. മനസ്സിലായോ? ഇപ്പൊ അനു പറഞ്ഞ പോലെ ഇപ്പൊ അനുവിന്റെ കൊച്ചിനോ എന്ത് പനിയാണെന്ന് വിചാരിക്കൂ. ആരെങ്കിലും വന്ന് ചോദിച്ചു, അപ്പൊ അനു പറയാണ് അവന് കഴിഞ്ഞ ദിവസം മുതൽ പനിയാണ് എന്ന് പറയുമ്പോ അവന് ഇപ്പോഴും പനിയുണ്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അവന് കഴിഞ്ഞ ദിവസം തുടങ്ങിയ പനിയാണ്, ഇപ്പോഴും പനിയുണ്ട് അല്ലെ? അങ്ങനെ പറയുന്നത്. അപ്പൊ പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ് അല്ലെ? പ്രസന്റ് പെർഫെക്റ്റിലാണ്. അവന് ഇപ്പോഴും പനിയുണ്ട്. അവൻ ഇപ്പോഴും പനിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറയും അല്ലെ? അപ്പൊ എന്ത് വരും? ഹാഡ് ബി ഫീവർ സിൻസ് ലാസ്റ്റ് ഡേ. അവൻ കഴിഞ്ഞ ദിവസം മുതൽ പനിച്ചോണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പനിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയില്ലേ നമ്മള്? അപ്പൊ അങ്ങനെ ആ സിറ്റുവേഷൻ ബേസ് ചെയ്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിരിക്കും ഈ ടെൻസിനെ വരാം. ഓക്കെ, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്
നമ്മ ആ ടെൻസ് യൂസ് ചെയ്തിട്ട് പറയുമ്പോ കേൾക്കുന്ന ആൾക്കും ക്ലിയർ ആവും. ഓക്കെ. നെക്സ്റ്റ് എന്താണ് അടുത്ത സെന്റൻസ്? അവർക്ക് ഇന്നലെ എക്സാം തുടങ്ങി. അവൾക്ക് ഇന്നലെ എക്സാം തുടങ്ങി. അവർക്ക് ഇന്നലെ എക്സാം തുടങ്ങി. മിസ് ഒരു മിനിറ്റ്. സോ ആരെങ്കിലും പറയൂ, അവർക്ക് ഇന്നലെ എക്സാം തുടങ്ങി. നോട്ടിൽ എഴുതി വെക്കണേ, എല്ലാരും എഴുതി വെക്കണം. ആരെങ്കിലും പറയൂ, എന്താ ആരും ഉണ്ടാക്കേ? അവർക്ക് ഇന്നലെ എക്സാം തുടങ്ങി. മിസ് അതപ്പം ഫാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് അല്ലേ? ഇത് അനു എങ്ങനെയാ പറയാ, എന്താണ് അവളുടെ പരീക്ഷ ഇന്നലെ തുടങ്ങി എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? അവരുടെ പരീക്ഷ ഇന്നലെ തുടങ്ങി, അവരുടെ എക്സാം ഇന്നലെ തുടങ്ങി. അവരുടെ എന്ന് വരും. അവർക്ക് ഇന്നലെ കുറച്ചുകൂടെ ബെറ്റർ അവരുടെ എന്ന് പറയുന്നതാണ് അല്ലെ? അവരുടെ എക്സാം ഇന്നലെ തുടങ്ങി എന്നാണ് പറയുന്നത്. ഇതെന്താ? ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്, വെറും സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ആണ്. അപ്പൊ സബ്ജക്റ്റിന്റെ കൂടെ ഇത് വരും, സബ്ജക്റ്റിന്റെ കൂടെ yesterday they were started exam. No, തെറ്റാണ്. സബ്ജക്റ്റിന്റെ കൂടെ V2 ഫോം യൂസ് ചെയ്യണം. Yeah, it's okay, Ramya. Okay. അവരുടെ എന്ന് പറയുമ്പോൾ എന്താണ്? അവരുടെ എക്സാം ഇന്നലെ തുടങ്ങി. അത്രയും സിമ്പിൾ ആണെന്ന് ചിന്തിച്ചു നോക്കിയേ. അവരുടെ എന്ന് പറയുമ്പോ ഏതാണ് യൂസ് ചെയ്യാ? കറക്റ്റ് ആണ്, ടിബിൻ കറക്റ്റ് ആണ്. Their exam started yesterday. ഇത്രയേ ഉള്ളൂ. അവരുടെ എക്സാം ഇന്നലെ തുടങ്ങി. Their exam, അവരുടെ എക്സാം. മനസ്സിലായോ? അവർക്ക് എന്ന് പറയുമ്പോ അങ്ങനെ അവർക്ക് നമ്മൾ പറയില്ല, അവരുടെ എന്നേ പറയുള്ളൂ. ഓക്കെ, അപ്പൊ അവരുടെ എക്സാം തുടങ്ങി എന്ന് പറയുമ്പോ അവരുടെ എന്ന് പറയുന്നത് their ആണ്. Their exam, അവരുടെ എക്സാം ഇന്നലെ തുടങ്ങി. തുടങ്ങുക എന്ന് പറയുന്നത് തുടങ്ങി എന്നാണ് പറഞ്ഞത്. സോ സ്റ്റാർട്ടിന്റെ V2 ഫോം ഏതാണ്? Started. അപ്പൊ their exam started yesterday എന്ന് പറയാം. Their exam started yesterday. Okay, understood? മനസ്സിലായോ? Yes, ma'am. ഇനി ഞങ്ങൾ കഴിഞ്ഞ ദിവസം പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ We went on park എന്നാണ് വരുള്ളൂ.
ഓക്കെ, ഇത് ഏത് ടെൻസ് ആണ്? കഴിഞ്ഞ ദിവസം പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് ആയിരുന്നു. പാസ്റ്റ് പെർഫെക്റ്റ്. പെർഫെക്റ്റ് ആണോ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണോ ഉദ്ദേശിച്ചത്? ഞങ്ങൾ ഇന്നലെ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. ഉം. ഇങ്ങനെ വരുമ്പോ എനിക്ക് കൺഫ്യൂഷൻ. സെന്റൻസ് പറയാൻ അറിയാതെ ഏത് ടെൻസ് അറിയത്തില്ല. അത് നമ്മള് പറയുന്നതിന്റെ കുഴപ്പമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പാർക്കിൽ പോയിരുന്നു എന്ന് പറഞ്ഞാലും മതി. മനസ്സിലായോ? ഓക്കെ. പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് സിമ്പിൾ മലയാളം പറയുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പാർക്കിൽ പോയി എന്ന് പറയാം. അങ്ങനെയും പറയാം. ലാസ്റ്റ് ഡേ വി വെന്റ് ടു ദ പാർക്ക് എന്ന് പറഞ്ഞ കാര്യം കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ മാം. ലാസ്റ്റ് ഡേ വി വെന്റ് ടു ദ പാർക്ക് എന്ന് പറയുമ്പോ എങ്ങനെ വരും? എന്താ മീനിങ്? എന്താ വരാ? കഴിഞ്ഞ ദിവസം ഞങ്ങൾ പാർക്കിൽ പോയി. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പാർക്കിൽ പോയി, ഇത്രയും പറഞ്ഞാൽ പോരെ? ഇതിപ്പോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴല്ലോ ഇത് ടെൻസ് ആണ്. ടെൻസിലേക്ക് മാറ്റി കഴിഞ്ഞാൽ മിസ്റ്റേക്ക് വരോ? ഇപ്പൊ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്ലി പറഞ്ഞത് വിചാരിക്കൂ, എന്താ വരാ? വി ഹാഡ് ബീൻ ഗോയിങ് ടു ദ പാർക്ക്, എന്താ ലാസ്റ്റ് ഡേ എന്ന് പറയുന്നതിൽ ഏറ്റവും സിമ്പിൾ ആണ് ലാസ്റ്റ് ഡേ വി വെന്റ് ടു ദ പാർക്ക്. We went to the park. Okay. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ്. അത്രേ ഉള്ളൂ. ഞാൻ അത്ര എഴുതിയുള്ളൂ. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടു. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോ ദി അതർ ഡേ എഴുതി വെച്ചോളൂ. ഈ കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോ ദി അതർ ഡേ. കഴിഞ്ഞ ദിവസം എന്നാണെങ്കിൽ ലാസ്റ്റ് ഡേ, ദ ലാസ്റ്റ് ഡേ എന്ന് പറയാം. ഈ കഴിഞ്ഞ ദിവസം ആണെങ്കിൽ ദി അതർ ഡേ. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു സിനിമ കണ്ടു. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടു. പറയൂ. ഞങ്ങൾ എന്ന് പറയുമ്പോ വി. കണ്ടു സിമ്പിൾ പാസ്റ്റ് ആണ് കേട്ടോ, സിമ്പിൾ പാസ്റ്റ് ആണ്. ഒരു കാര്യം ചിന്തിക്കുക, പാസ്റ്റില് നമ്മൾ കൂടുതൽ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. ഒരുവിധം കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പറയുള്ളൂ. കാരണം കഴിഞ്ഞു പോയത് എപ്പോഴും കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. അതിൽ നമ്മൾ കണ്ടിന്യൂസും പറയലേ ചുരുക്കമായിരിക്കുള്ളൂ. അല്ലെ, ഞങ്ങൾ അവിടെ പോയി, ഞങ്ങൾ അത് കണ്ടു, ഞങ്ങൾ ഇത് ചെയ്തു, അല്ലെ, ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയില്ല. അവിടെ പോയിരുന്നു, അവിടെ പോയിന്നേ പറയുള്ളൂ, അല്ലെ, അങ്ങനെയാ വരാം. സോ എപ്പോഴും മെയിൻ ആയിട്ട് സിമ്പിൾ പാസ്റ്റില് സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതൊന്ന് പറഞ്ഞു നോക്കി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം സിനിമ കണ്ടു, ഒരു സിനിമ കണ്ടു എന്ന് പറഞ്ഞു നോക്കിയേ. കാണുക എന്ന് പറയുന്നത് എന്താണ്? സിനിമയാകുമ്പോ കാണുക എന്താണ്? സി ആണോ? ഒരു സിനിമയാണ്, അപ്പൊ എന്താ പറയാ? സി ആണോ? വാച്ച് ആണ് വരാ. അപ്പൊ V2 ഫോം എന്താണ്? വാച്ച്ഡ്. അപ്പൊ വി വാച്ച്ഡ് കിട്ടി. ഇനി എന്താ കണ്ടേ? ഒരു മൂവിയാ കണ്ടേ. We watch a movie the other day. No? Yeah, we watched a movie the other day. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു മൂവി കണ്ടു. We watched a movie the other day. ഇത്രയേ ഉള്ളൂ. We watched a movie the other day. Okay. We watched a movie the other day. Okay, പാസ്റ്റ് ഒരു കാര്യങ്ങൾ പറയുമ്പോ ഒന്നില്ലെങ്കിൽ കണ്ടു, പോയി, ചെയ്തു, കളിച്ചു, ഇങ്ങനെയൊക്കെയല്ലേ പറയുള്ളൂ. മിസ് ഒരു കാര്യം ചോദിക്കട്ടെ?
നമ്മളിപ്പോ ആ. പാസ്റ്റിൽ പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. മിക്കവാറും ചില കാര്യങ്ങൾക്ക് മാത്രമാണ് ബാലൻസ് പാസ്റ്റ് കണ്ടിന്യൂസും പെർഫെക്റ്റ് ഒക്കെ യൂസ് ചെയ്യുള്ളൂ അല്ലേ? മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുക സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് അത് മാത്രം കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. എപ്പോഴും നമ്മൾ Okay. അങ്ങനെയല്ല പറയാം, ഞങ്ങൾ അവിടെ പോയി, ഞങ്ങൾ അത് കണ്ടു, ഇത് ചെയ്തു. ഒരു കാര്യം കഴിഞ്ഞത് എപ്പോഴും അങ്ങനെയാ പറയാറുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും നമുക്ക് ഇതന്നെ പറയാം. പോയി എന്ന് പറഞ്ഞാൽ സാധനം മനസ്സിലാവും അല്ലെ? അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് എന്താണ്? അവൾ കുറച്ചു ദിവസം മുമ്പ് ഷോപ്പിങ്ങിന് പോയി. അവൾ കുറച്ചു ദിവസം മുൻപ് ഷോപ്പിങ്ങിന് പോയി. ഒരു കാര്യം മനസ്സിലാക്കുക, അവൾ കുറച്ചു ദിവസം മുമ്പ് ഷോപ്പിങ്ങിന് പോയെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതില് ഈ കുറച്ചു ദിവസം മുൻപ് എന്ന് പറയുന്ന സാധനം അവിടുന്ന് മാറ്റാം. അത് ലാസ്റ്റോ ഫസ്റ്റോ എടുത്ത് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച അവര് ഫുട്ബോൾ കളിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം സിനിമ കണ്ടു എന്ന് പറയും. ഈ കഴിഞ്ഞ ദിവസം എന്ന് പറയുന്ന സാധനത്തിന് ഒന്നിന് ലാസ്റ്റ് പറയും. മെയിൻ റീസൺ ഇല്ലേ? എന്താണ്? ഷോപ്പിങ്ങിന് പോയി. ആര് പോയി? അവൾ ഷോപ്പിങ്ങിന് പോയി അല്ലെ? അവൾ ഷോപ്പിങ്ങിന് പോയി എന്ന് പറയുന്നത് ഫസ്റ്റ് ആഡ് ചെയ്യും. എന്നിട്ട് ഇത് പറഞ്ഞു നോക്കി, അവൾ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. ഷോപ്പിങ്ങിന് പോയി. അപ്പൊ എന്ത് വരും? She went she went shopping some days മുൻപെന്നുണ്ടല്ലോ. She went shopping കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. A few days ago. അങ്ങനെയാ പറയുന്നത്. A few days. she went to അപ്പൊ shopping. കുറച്ച് ദിവസം മിസ്സേ, കുറച്ച് ദിവസം മുൻപെന്നുള്ളതിന്റെ ഇതാണ് എ ഫ്യൂ ഡേയ്സ് എഗോ എന്നുള്ളത് അല്ലേ? അപ്പൊ അത് പഠിച്ചേക്കണം. A few days ago. അപ്പൊ ഷീ വെന്റ് ഷോപ്പിംഗ് എ ഫ്യൂ ഡേയ്സ് എഗോ. അവൾ കുറച്ച് ദിവസം മുൻപ് ഷോപ്പിങ്ങിന് പോയി അല്ലേ? Yeah, she went to shopping a few days ago. അങ്ങനെയാ പറയുന്നത്. ഓക്കെ, മെയിൻ റീസണിനെ ഫസ്റ്റ് ആഡ് ചെയ്യുക. ദെൻ കഴിഞ്ഞ ദിവസം എന്നൊക്കെ പറയുന്ന സാധനത്തിന് എപ്പോഴും ലാസ്റ്റ് വരാം. ഇന്നലെ എന്നൊക്കെ വരികയാണെങ്കിൽ ദിവസം മെൻഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ലാസ്റ്റ് പറയാം. മിസ്, ഒരു ഡൗട്ട്. എ ഫ്യൂ ഡേയ്സ് എഗോ ഷീ വെന്റ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാലും കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ പറയുമ്പോൾ അതൊന്നെങ്കിൽ ഫസ്റ്റോ ലാസ്റ്റോ ആഡ് ചെയ്താൽ മതി, മിസ്റ്റേക്ക് വരില്ല. ഓക്കെ ഓക്കെ. ഇനിയിപ്പോ അവൻ കഴിഞ്ഞ മാസം ഒരു പുതിയ ഫോൺ വാങ്ങി എന്ന് പറഞ്ഞ്, അവൻ കഴിഞ്ഞ മാസം ഒരു പുതിയ ഫോൺ വാങ്ങി. അവൻ പുതിയ ഫോൺ വാങ്ങി എന്ന് പറയാം. എന്നിട്ട് കഴിഞ്ഞ മാസം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ആദ്യം പറയാം, അവൻ ഒരു പുതിയ ഫോൺ വാങ്ങിയത് പിന്നെ പറയാം. എന്ന് പറഞ്ഞു നോക്കി. വാങ്ങുക പാസ്റ്റ് ആണ്. ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ്. എന്തേ? വാങ്ങുക എന്ന് പറയുമ്പോ ബൈ ആണ്. ബൈയുടെ വീറ്റ് ഫോം ഏതാ? ബോട്ട്. He bought a new phone. കഴിഞ്ഞ മാസം. Last month. Yeah, he bought a new phone last month. അല്ലെങ്കിൽ ലാസ്റ്റ് മന്ത് he bought a new phone എന്ന് പറഞ്ഞാലും മതി. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? അവൾ മനോഹരമായി പാടി എന്ന് പറയും. അവൾ നന്നായിട്ട് പാടി അല്ലെങ്കിൽ അവൾ മനോഹരമായിട്ട് പാടി എന്ന് പറയൂ. പാടി, പാടുക എന്ന് പറയുമ്പോ സിംഗ് ആണ്. പാടി എന്ന് പറയുമ്പോഴോ വീറ്റ് ഫോം സാങ് ആണ്. സാങ് ആണ്. അപ്പോ SWANG അല്ലേ മിസ്സേ? SANG. Sang. Okay, he sang beautiful song. She sang beautifully. അവൾ മനോഹരമായി പാടി എന്നാ പറഞ്ഞേ. So she sang beautifully. അല്ലെങ്കിൽ അവൾ നന്നായിട്ട് പാടി. She sang well.
അവള് നന്നായിട്ട് പാടി എന്ന് പറയുമ്പോ ഷി സാങ് വെൽ. മനസ്സിലായോ? ഓക്കെ മാം. ഡൗട്ട് ആയോ? ഇല്ല ഇല്ല. ഹി ബോട്ട് എന്ന് പറഞ്ഞില്ലേ, ആ അവിടെ ഹാർഡ് വരത്തില്ലേ പാസ്റ്റ് വരുമ്പോ? ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോ സബ്ജക്റ്റിന്റെ കൂടെ V2 ഫോം മാത്രം മതി. അപ്പോ ഹി ബോട്ട്. മനസ്സിലായോ? ഹി ബോട്ട് എ ന്യൂ ഫോൺ ലാസ്റ്റ് മന്ത്. സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? സോ ഒരു കാര്യം ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഇതേപോലെ പാസ്റ്റിന്റെ ഒരുപാട് സെന്റൻസ് നോക്കിയിട്ട് വാ. ഓക്കെ ഓക്കെ മാം. ഡൗട്ട് ഉള്ളതും ഇല്ലാത്തതൊക്കെ ആയിട്ട് നോക്കിയിട്ട് വാ. നമുക്ക് ഡിസ്കസ് ചെയ്ത് ക്ലിയർ ആക്കാം. ഓക്കെ മാം. സോ താങ്ക് യു. താങ്ക് യു മാം. അങ്ങനെ